സാറേ, ഈ കാക്കകൾ എല്ലാ കാലത്തും ശല്യമാണ്. ഒരു ശകുന പിഴയാണെന്ന് തന്നെ പറയാം. കേരളീയർക്ക് മാത്രമല്ല, കെനിയക്കാർക്കും കാക്കകൾ ശല്യമാണ്. അതിൻ്റെ വാർത്തകളും പുറത്തു വരുന്നുണ്ട്. എന്താണ് അതിൻ്റെ വിശദാംശങ്ങൾ? കെനിയയിൽ ഈ കേരളത്തിലും ഇന്ത്യയിലും അങ്ങനെ ശല്യമായിട്ട് കാക്കയെ കരുതുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മളിപ്പോൾ ഈ ബലിക്കാക്ക എന്നൊക്കെ പറഞ്ഞിട്ടേ നമ്മളുടെ ഒരു ആചാരത്തിൻ്റെയും പൈതൃകത്തിൻ്റെയും ഒക്കെ കൂടി ഭാഗമാണ് ഇവിടെ കാക്ക. കാരണം നമ്മൾ ചോറുരുള വെച്ചിട്ട് ബലിക്കാക്ക വന്നിട്ട് അത് കൊത്തി തിന്നുന്നുണ്ടോ? കാരണം മരിച്ചുപോയവരുടെ ആത്മാവായിട്ടാണ് ബലിക്കാക്ക. അപ്പോൾ കാക്കയെ സത്യത്തിൽ നമ്മൾ നമ്മുടെ ഒരു ആചാരങ്ങളുടെ കൂടി ഭാഗമൊക്കെ ആക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ കെനിയയിലെ ഈ കാക്കകളുടെ കാര്യം വായിച്ചപ്പോൾ എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നിയത്. കാരണം ഇങ്ങനെയാണ് കാക്കകൾ ശല്യമാവുന്നത് എന്നെനിക്ക് തോന്നി. അവർ പറയുന്നത് അവിടെ 10 ലക്ഷം കാക്കകൾ ഉണ്ട്, ഒരെണ്ണത്തിനെ പോലും വെച്ചേക്കില്ല. ഈ 10 ലക്ഷത്തിനെയും ഡിസംബർ 31-നകം വിഷം കൊടുത്ത് കൊല്ലും എന്ന് അവർ തീരുമാനിച്ചിരിക്കുക. അതിന് കർമ്മ പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ട്. അവർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിനോദസഞ്ചാരികളൊക്കെ വരുമല്ലോ, അവർ ഭക്ഷണമൊക്കെ കഴിയുമ്പോൾ ഈ പ്ലേറ്റിൽ നിന്നൊക്കെ ഇത് കൊത്തി തിന്നുകൊണ്ട് പോകും. വിളകൾ നശിപ്പിക്കുന്നു. അവിടുത്തെ പക്ഷികളുണ്ടല്ലോ, ആ പക്ഷികളെയൊക്കെ പലായനം ചെയ്യിക്കുകയാണ് ഇതുങ്ങൾ കൂട്ടമായിട്ട് വന്നിട്ട്. അവിടുത്തെ നാടൻ പക്ഷികൾക്കൊന്നും ജീവിക്കാൻ പറ്റാത്ത സ്ഥിതിവിശേഷം ഉണ്ട് അവിടെ. ദശകങ്ങളായിട്ട് ഇതുങ്ങളുടെ ഈ പൊതുശല്യം തുടരുകയാണ്. പലതവണയും ഇതിനെ നശിപ്പിക്കാനൊക്കെ നോക്കിയിട്ട് നടന്നില്ല. തീരത്തൊക്കെ ഉള്ള ഹോട്ടൽ വ്യവസായത്തിനൊക്കെ വലിയ ശല്യമാണ്. ഇതുപോലെ ചുമ്മാ മേശപ്പുറത്തുമൊക്കെ പോയിരുന്ന് ഭക്ഷണമൊക്കെ എടുത്തുകൊണ്ട് പോവുക, വേസ്റ്റൊക്കെ എടുത്തുകൊണ്ട് പോവുക. പിന്നെ ഈ മാംസത്തിൻ്റെ അവശിഷ്ടമൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ കൂട്ടമായിട്ടൊക്കെ വരുന്നു. അതുകൊണ്ട് ഇതിനെ ഇതിന് ഇന്ത്യൻ ഹൗസ് ക്രോസ്, കെനിയയിൽ ഇത് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്ത്യയിൽ നിന്നുള്ള വീട്ടുകാക്കകൾ എന്ന് തന്നെയാണ് പറയുന്നത്. ഇതിന് കൊല്ലാൻ ഇവർ ഉദ്ദേശിക്കുന്നത് സ്റ്റാർലിസൈഡ് എന്ന് പറഞ്ഞൊരു വിഷം വെച്ചിട്ടാണ്. അതൊരു എവിസൈഡ് എന്ന് പറഞ്ഞാൽ പക്ഷികളെ നശിപ്പിക്കുന്ന വിഷം. അത് ന്യൂസിലൻഡിൽ നിന്ന് ഇറക്കുമതി ചെയ്യാൻ പോവുകയാണ് ഈ വിഷം. എന്നിട്ട് ഇതിൻ്റെ ഒരു തീരുമാനമൊക്കെ ഏൽപ്പിച്ചിരിക്കുന്നത് ഡോക്ടർ കോളിൻ ജാക്സൺ എന്ന് പറഞ്ഞ ആളെയാണ്. കൺസർവേഷനിസ്റ്റാണ്. റോച്ച കെനിയ എന്ന് പറഞ്ഞ സംഘടനയുടെ CEO ആണ് അയാൾ. അങ്ങനെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 5 മുതൽ 10 കിലോ വരെ വിഷം. അപ്പോൾ കുറച്ച് മതിയായിരിക്കും. അത്രയും വിഷം കൊണ്ട് ഇത്രയും കാക്കകളെ കൊല്ലാം. 6000 രൂപയാണ് കിലോയ്ക്ക് വില വിഷം. കെനിയ പിന്നെ അത്ര പണമൊന്നുമുള്ള രാജ്യമല്ലല്ലോ, അതുകൊണ്ടാണ് ഈ തുകയുടെ കാര്യമൊക്കെ ഇങ്ങനെ പറയുന്നത്. ഇതെന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഹോട്ടലിൽ നിന്നുള്ള മാംസത്തിൻ്റെ വേസ്റ്റ് ഉണ്ടല്ലോ, ആ വേസ്റ്റിൽ കലർത്തിയിട്ട് രാവിലെ കാക്കകൾ വരുമ്പോൾ ഇട്ട് കൊടുക്കും. രാവിലെ തന്നെ കൊടുക്കും. കാരണം ഈ വിഷം ഉള്ളിച്ച് കഴിഞ്ഞാൽ 10-12 മണിക്കൂറിൻ്റെ ഉള്ളിലാണ് മരിക്കുക. അപ്പോൾ രാവിലെ വിഷം കൊടുത്തു കഴിഞ്ഞാൽ ഈ ഉറക്കത്തിൽ കാക്കയ്ക്ക് മരിക്കാം. അപ്പോൾ ഈ ഇണക്കാക്ക ചിലപ്പോൾ കൂടെ ഉണ്ടാവാം, പക്ഷെ അതിന് ബുദ്ധിയില്ലാത്തത് കൊണ്ട് ഇന്ന സ്ഥലത്താണ് വിഷം വെച്ചതെന്ന് അറിവുണ്ടാവില്ല. അതുകൊണ്ട് രാവിലെ വന്ന് പ്രശ്നമൊന്നും ഉണ്ടാക്കില്ല, ഇന്ന സ്ഥലത്താന്ന് പറഞ്ഞിട്ട് കൂട്ടമായിട്ട് വന്ന് ഇങ്ങനെയൊക്കെയാണ്. പിന്നെ ഈ വിഷം നന്നായിട്ട് ദഹിക്കും, മെറ്റബോളിസമൊക്കെ നന്നായിട്ട് നടക്കുന്നതുകൊണ്ട് ഈ സെക്കൻഡറി പോയിസണിങ് എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടല്ലോ, ഈ കാക്ക വേറെ എവിടെയെങ്കിലും പോയി ഈ കാക്കയുടെ അവശിഷ്ടമോ മരിച്ചുപോയാൽ അതിൽ നിന്ന് വിഷം പടരില്ല. കാരണം ഇത് ദഹിച്ച് വിസർജ്യമായിട്ടങ്ങ് ഈ വിഷം പോവും. അതാണ് ചെയ്യാൻ പോകുന്നത്. ഈ പലപ്പോഴും ഈ നാടൻ പക്ഷികളെ അവിടുത്തെ കൂട്ടമായിട്ട് ആക്രമിച്ച് കൊല്ലാറുണ്ടെന്നത്, ചെറുകിട പക്ഷികളെയൊക്കെ. പിന്നെ ഇതിനൊരു സ്ട്രാറ്റജി ഉണ്ടെന്നാണ് പറയുന്നത്. ഈ മുട്ടയിട്ടിരിക്കുക എന്നിരിക്കട്ടെ അവിടുത്തെ ഏതെങ്കിലും ഒരു പക്ഷി, ഇത് കൂട്ടായിട്ട് വന്നിട്ട് ആ പക്ഷിയെ അവിടുന്ന് അകറ്റും. അത് കഴിഞ്ഞ് ബാക്കി കാക്കകൾ ഈ മുട്ട തിന്നുന്നു, കൂട്ടിലിട്ടിരിക്കുന്ന മുട്ട. ഇവിടെയൊന്നും നമ്മളിത് കാണുന്നില്ല. പിന്നെ പുതിയ ഈ കന്നുകാലികൾ ഉണ്ടാവുമല്ലോ, പ്രസവിച്ചുണ്ടാവുന്നത്,
അതിനെയൊക്കെ ആക്രമിച്ച് കൊല്ലുന്നുണ്ടെന്ന്. ഉരകങ്ങൾ, സസ്തനികൾ, പ്രാണികൾ, ഈ ഉഭയജീവികളില്ലേ കരയിലും വെള്ളത്തിലും, അതിനെയൊക്കെ കൊല്ലുന്നുണ്ട്. പേരയ്ക്ക, മാങ്ങ, ഗോതമ്പ്, ചോളം, സൂര്യകാന്തി, നെല്ല്, ഇങ്ങനെ എല്ലാ വിളകളും നശിപ്പിക്കുന്നുണ്ട്. എയർ കണ്ടീഷണറുകളിലൊക്കെയാണ് കൂട് കൂട്ടുന്നത്. പുൽത്തകിടുകൾ, നീന്തൽക്കുളം, ഇവിടെയൊക്കെ വന്ന് പ്രശ്നങ്ങളുണ്ടാക്കും. കാക്ക ആദ്യമായിട്ട് വരുന്നത് 1890-കളിലാണെന്നാണ് പറയുന്നത് ഈസ്റ്റ് ആഫ്രിക്കയിൽ. അത് ഇന്ത്യയിൽ നിന്ന് സാൻസിബാറിലേക്ക് ആണ് ആദ്യം കാക്കയെ കൊണ്ടുവരുന്നത്. അന്ന് ഇന്ത്യയിലുണ്ടായിരുന്ന ഒരു ഗവർണർ അങ്ങേർക്ക് കാക്കയെ വലിയ ഇഷ്ടമായിരുന്നുകൊണ്ടും ഈ ചവറ് വൃത്തിയാക്കാൻ കാക്ക ബെസ്റ്റാണെന്നും ഇവിടെ ഈ നമ്മുടെ മുമ്പ് പാഠപുസ്തകങ്ങളിലൊക്കെ ഉണ്ടായിരുന്നില്ലേ ഈ പരിസരമൊക്കെ വൃത്തിയാക്കുന്ന കാക്കയാണെന്നൊക്കെ പറഞ്ഞിട്ട് കാക്കയെ ആദരിച്ചുകൊണ്ടായിരുന്നു നമ്മുടെ പാഠഭാഗങ്ങളൊക്കെ. ചവറ് വൃത്തിയാക്കാൻ ഇത് ബെസ്റ്റാണ്. അങ്ങനെ പകർച്ചവ്യാധികൾ തടയാന്ന് പറഞ്ഞിട്ട് ഇന്ത്യയിലുണ്ടായിരുന്ന ഒരു ബ്രിട്ടീഷ് ഗവർണർ അങ്ങോട്ട് ട്രാൻസ്ഫർ ആയി കഴിഞ്ഞപ്പോൾ കൊണ്ടുവന്നാണെന്ന് പറഞ്ഞിട്ടൊരു കഥയുണ്ട്. അതല്ലാതെ കപ്പലിൽ വന്നാണെന്ന് പറയുന്നുണ്ട്. നാവികർക്ക് ഇഷ്ടമായിരുന്നു. 1917 പക്ഷേ സാൻസിബാറിൽ വലിയ ശല്യമായിരുന്നു കാക്കകൾ. എന്നിട്ട് ഓരോ കാക്കയുടെയും തലയ്ക്ക് വിലയിട്ടു വന്നു. എന്നിട്ട് കാക്കയെ കൊന്നിട്ട് അതിൻ്റെ ജഡവുമായിട്ട് പോകുന്നവർക്ക് അല്ലെങ്കിൽ ഒരു മുട്ടയുമായിട്ട് പോകുന്നവർക്ക് കാക്കയുടെ സമ്മാനങ്ങൾ പണമായിട്ട് സാൻസിബാറിൽ കൊടുത്തിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. 1947 കെനിയയിലെത്തുന്നത്, ഇന്ത്യ സ്വതന്ത്രമാകുന്ന വർഷം. ഇന്നിപ്പോൾ 7.5 ലക്ഷം 10 ലക്ഷത്തോളം കാക്കകൾ അവിടെ ഉണ്ട് എന്നാണ് കരുതുന്നത്. കഴുകനോ മൂങ്ങയോ ഒക്കെയാണ് ഈ കാക്കയെ കൊന്ന് തിന്നുന്നതായിട്ട് അവിടെ കാണുന്നത്. വേറെ പക്ഷികളൊന്നുമില്ല. അതങ്ങനെ സ്ഥിരമായിട്ടൊന്നും ചെയ്യുന്നുമില്ല ഈ കഴുകനും മൂങ്ങയൊക്കെ. വല്ലപ്പോഴും ഒക്കെ അപൂർവമായിട്ട് മാത്രമേ അങ്ങനെ സംഭവിക്കുന്നുള്ളൂ. അപ്പോൾ അതിൽ ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇത് ഈ കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെടുന്ന ഒരാൾ ഗോപി സുന്ദർ എന്ന് പറഞ്ഞൊരാൾ, അവിടുത്തെ ഈ ഒരു പക്ഷി സംഘടനയുടെ ഭാരവാഹിയായിട്ടുള്ള ഒരാൾ, ചിലപ്പം മലയാളിയായിരിക്കാം കെനിയയിൽ. അങ്ങേര് പറഞ്ഞ് അയാൾ പറയുകയാണ് നാട് ഇന്ത്യയാണ്, ഇന്ത്യയിൽ ഇപ്പോൾ കാക്കകളെയൊക്കെ വളരെ കുറവായിട്ടാണ് കാണുന്നത്, പഴയ പോലെ കാണുന്നില്ല. രാവിലെ കൂട്ടമായിട്ട് പോവും, പക്ഷേ പിന്നീട് എപ്പോഴെങ്കിലും കൂട്ടമായിട്ട് പോകുന്ന കാണാം. അല്ലാതെ നമ്മുടെ തൊടിയിലൊന്നും ഇപ്പോൾ കാക്കകൾ അങ്ങനെ കാണുന്നില്ല എന്നൊക്കെ അങ്ങേര് പറയുന്നുണ്ട്. പക്ഷെ അവിടുത്തെ അവസ്ഥ അങ്ങനെയല്ല. 1980-2005 കാലത്ത് ഇത് കാക്കകളെയൊക്കെ കുറയ്ക്കാനൊരു ശ്രമം നടത്തിയിരുന്നു. പക്ഷെ വിഷമൊന്നും അന്ന് മര്യാദയ്ക്ക് കൊണ്ടുവരാനൊന്നും പറ്റിയില്ല. വെടിവെച്ച് കൊല്ലാൻ പറ്റില്ല. അത് ഇതിനേക്കാൾ എക്സ്പെൻസീവാണ്. അപ്പോൾ ഇങ്ങനെ വിഷം കൊടുക്കാനാണ് ഇപ്പോൾ തീരുമാനം. അപ്പോൾ ഡിസംബർ 31 അവിടെ ഈ കാക്കകളൊക്കെ അതിന് വംശനാശം വരുമോ എന്നുള്ളത് നമുക്ക് പൂർണ്ണമായിട്ട് നിർമ്മാർജ്ജനം ചെയ്യുക എന്നാണ് അവർ ഉദ്ദേശിച്ചത്. നിർമ്മാർജ്ജനമല്ല. അപ്പോൾ ഈ കാക്കകൾ അത്രയും വലിയ ശല്യമായി മാറുന്നു എന്നുള്ളത് നമുക്ക് പെട്ടെന്ന് അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റും. ഇപ്പം ഭക്ഷണത്തിന് വന്ന് കാക്ക കൊത്തുന്നു, അല്ലെങ്കിൽ സ്വിമ്മിംഗ് പൂളിലേക്ക് കാക്ക കൊണ്ട്. ഇതിപ്പോൾ ഈ കർമ്മപദ്ധതി തയ്യാറാക്കുമ്പോൾ കുറച്ചൊക്കെ അതിശയോക്തി ഉണ്ടാവാം. കാരണം മൊത്തത്തിൽ ഇങ്ങനെ ഈ വെട്ടുകിളി പല സ്ഥലത്തും ഇപ്പോൾ ആഫ്രിക്കയിൽ ഈ വെട്ടുകിളികളുടെ ശല്യം ഭയങ്കരമായിട്ടാണ് ഇടയ്ക്കിടയ്ക്ക് വായിക്കുന്നത് കാണാം. ലോക്കസ് പാടമൊക്കെ നശിപ്പിക്കുന്നു പറഞ്ഞിട്ട് ധാരാളം ഞാൻ വായിക്കാറുണ്ട്. ആഫ്രിക്കയെ പറ്റി അധികം വാർത്തകളൊന്നും വരില്ല. വല്ലപ്പോഴും ഗാർഡിയനിൽ ഇങ്ങനെയൊക്കെ കാണാം. വലിയ ചിത്രമൊക്കെ കണ്ടാൽ നമുക്ക് വല്ലാതെ തോന്നും ഈ വെട്ടുകിളികളുടെയൊക്കെ. അങ്ങനെ ചിലപ്പോൾ ഇവിടെ ഈ ഹൈജീനൊന്നും വലിയ കാര്യമായിട്ടൊന്നും ഉണ്ടാവില്ല നമ്മുടെ നാട്ടിലെ പോലെ. ഈ ഹോട്ടലിലെ വേസ്റ്റൊക്കെ വെറുതെ വലിച്ചെറിയുന്നൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇതിൻ്റെ വെറുതെ ഡംപ് ചെയ്യുന്നതായിരിക്കും. അത് വേസ്റ്റ് മാനേജ്മെന്റ് ഒന്നും ഉണ്ടാവില്ല. ഈ കെനിയ പോലൊരു സ്ഥലത്ത് ഗ്രാമങ്ങളിലൊന്നും അങ്ങനത്തെ ഒരു സിസ്റ്റം പോലും ഉണ്ടാവില്ല. അതുകൊണ്ട് ഇത് ധാരാളമായിട്ട് പിന്നെ ഈ പറഞ്ഞ പോലെ മുട്ടയിട്ട് ധാരാളമായിട്ട് പെരുകുന്നുണ്ടാവും എന്ന് വേണം കരുതാൻ. പക്ഷേ ഈ പദ്ധതിയുടെ ഭാഗമായിട്ട് കാക്കയെ പറ്റി പറഞ്ഞിരിക്കുന്നത് നമുക്ക് പരിചയമുള്ള കാക്കകളെ വെച്ച് നോക്കുമ്പോൾ വലിയ അതിശയോക്തിയാണത്. അപ്പോൾ അത്രയും അവർക്ക് ഉപദ്രവം സൃഷ്ടിക്കുന്നു എന്നുള്ളത് സത്യം തന്നെയാണ്. അവർ പറയുന്നത് ഇപ്പോൾ 1980 മുതൽ 2005 വരെ അവർ ശ്രമിച്ചതാണെന്നൊക്കെ.
അന്ന് ഈ നിയമപരമായ അല്ലാത്ത മാർഗത്തിൽ കൂടി വിഷം കൊണ്ടുവന്നു, അതുകൊണ്ട് അത് നിർത്തേണ്ടി വന്നു, വിജയകരമായില്ല എന്നൊക്കെയാണ് ഈ കോളിൻ ജാക്സൺ ഡോക്ടർ പറഞ്ഞതായിട്ട് വായിച്ചത്. അപ്പോൾ എന്തായാലും ഈ പറയുന്നത് ഒരു അതിശയോക്തി കലർന്നാണെങ്കിലും അല്ലെങ്കിലും കെനിയക്കാരൊരു തീരുമാനം എടുത്തു, അവരൊരു കർമ്മപദ്ധതിയുമായിട്ട് മുന്നോട്ട് പോകും. അത് കെനിയയിൽ മാത്രമല്ലല്ലോ, സാൻസിബാറിൽ ഈ കാക്കയുടെ തലയ്ക്ക് വിലയിട്ടിരുന്നു എന്നൊക്കെ ഞാനിപ്പോൾ പറഞ്ഞില്ലേ. സാൻസിബാറിലും അങ്ങനെ ആളുകൾ കൊണ്ടു കൊടുത്തു കഴിഞ്ഞാൽ സമ്മാനം കൊടുക്കുന്ന പരിപാടിയൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് എന്തോ ഈ പക്ഷി വല്ലാത്ത ശല്യം ചെയ്യുന്നുണ്ട്, ഒരുപാടുണ്ടാവുമായിരിക്കും. പക്ഷേ അങ്ങനെ ഒരു രാജ്യത്ത് ഈ 10 ലക്ഷം എന്നൊക്കെ പറഞ്ഞാൽ വലിയ നമ്പറാണെന്നൊന്നും അറിഞ്ഞുകൂടാ. അതെ, അപ്പോൾ എന്തായാലും ഇതെന്താ സംഭവിക്കുക എന്നുള്ളത് നമുക്ക് വരും ദിവസങ്ങളിലെ വാർത്തകളിൽ നിന്ന് കൂടുതൽ മനസ്സിലാക്കാം.